ബീഹാറിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അപ്രതീക്ഷിത മുഖമെന്ന BJP വൃത്തങ്ങൾ. വനിതാ മുഖ്യമന്ത്രിയും നേതാക്കൾ പരിഗണിക്കുന്നുണ്ടിപ്പോൾ. ഉപമുഖ്യമന്ത്രി സാമ്രാട് ചൗധരിയുടെ പേര് സജീവ പരിഗണനയിലാണ്. മുഖ്യമന്ത്രി സ്ഥാനമൊഴിയുന്ന നിതീഷ് കുമാറിനെ കേന്ദ്ര മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തേക്കാനും സാധ്യതയുണ്ട്. ബൽറാം നെടുങ്ങാടി ലേറ്റസ്റ്റ് അപ്ഡേഷനുമായി ചേരുന്നു. പറയൂ ബൽറാം. അപ്രതീക്ഷിതമായാണ് നിതീഷ് കുമാർ ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും ഒഴിയാനുള്ള തീരുമാനം എടുത്തത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്തു. ഈ ഒരു ഘട്ടത്തിൽ ബീഹാറിലൊരു രാഷ്ട്രീയ മാറ്റത്തിന് കൂടിയാണ് വഴിവെക്കുന്നത്. ബീഹാറിൽ ആദ്യമായി ഒരു BJP മുഖ്യമന്ത്രി ഉണ്ടാകുന്നു. എന്നാൽ ആ മുഖ്യമന്ത്രി ആര് എന്ന കാര്യത്തിൽ ഇപ്പോഴും സസ്പെൻസ് തുടരുകയാണ്. ഇന്നലെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ അടക്കമുള്ളവർ പങ്കെടുക്കുന്ന കൂടിയാലോചനാ യോഗങ്ങൾ നടന്നിരുന്നു. എന്നാൽ കേന്ദ്ര നേതൃത്വമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുക. BJPക്ക് ബീഹാറിലൊരു അപ്രതീക്ഷിത മുഖ്യമന്ത്രി ഉണ്ടാകും എന്നാണ് BJP വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഒരു വനിതയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കാനുള്ള സാധ്യതയും BJP ദേശീയ നേതൃത്വം തള്ളിക്കളയുന്നില്ല. അതേസമയം നിലവിലെ ചർച്ചകളിൽ നിലവിലെ ഉപമുഖ്യമന്ത്രി സാമ്രാട് ചൗധരിയുടെ പേര് തന്നെയാണ് സജീവ പരിഗണനയിൽ ഉള്ളത്. ഒപ്പം തന്നെ മറ്റ് പോലും BJP ദേശീയ അധ്യക്ഷൻ കൂടി ഉൾപ്പെടുന്ന ഒരു സംസ്ഥാനം. കൂടാതെ BJP കാലങ്ങൾക്ക് ശേഷം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമ്പോൾ അത് അപ്രതീക്ഷിതമായ ഒരു മുഖം ആയിരിക്കും മറ്റ് സംസ്ഥാനങ്ങളിൽ സമീപകാലത്തുണ്ടായതുപോലെ എന്നാണ് BJP വൃത്തങ്ങൾ നൽകുന്ന സൂചന. അതേസമയം നിതീഷ് കുമാർ കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. എന്നാൽ എന്തുകൊണ്ട് നിതീഷ് പദവി ഒഴിഞ്ഞു എന്ന കാര്യത്തിൽ ഇപ്പോഴും അഭ്യൂഹങ്ങൾ പ്രചരിക്കുകയാണ്. MLC, MLA, ലോക്സഭാംഗം എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള തനിക്ക് രാജ്യസഭാംഗമാകാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് രാജ്യസഭയിലേക്ക് പോകുന്നത് എന്നാണ് നിതീഷ് കുമാർ നൽകുന്ന വിശദീകരണം. അതേസമയം അദ്ദേഹത്തിന് മറ്റ് വലിയ ആഗ്രഹങ്ങൾ കൂടിയുണ്ട് എന്നുള്ള അഭ്യൂഹങ്ങളും പ്രചരിക്കുന്നുണ്ട്. അടുത്ത വർഷം ജൂലൈയിൽ നടക്കാനിരിക്കുന്ന രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് കൂടി നിതീഷ് കുമാർ ഡൽഹിയിലേക്ക് തട്ടകം മാറ്റുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് എന്നുള്ളതാണ് പ്രചരിക്കുന്ന ചില അഭ്യൂഹങ്ങൾ. എന്തായാലും പുതിയ മുഖ്യമന്ത്രി ആര് എന്നുള്ളതിന് മാർച്ച് 16 വരെ കാത്തിരിക്കേണ്ടി വരും. രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമായിരിക്കും ഔപചാരികമായ പ്രഖ്യാപനമുണ്ടാവുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.